കുട്ടികൾ ടീനേജിലേക്ക് വരുമ്പോൾ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളൊരു പരാതി പല പേരൻസിനുണ്ട്. അവനൊരു എനർജി ഇല്ല, ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരു ലക്ഷ്യമില്ല, അവന് ഒന്നിനെക്കുറിച്ചും ഒരു താല്പര്യവും ഇല്ല, സംസാരമില്ല, ഞങ്ങളുമായിട്ടൊരു അടുപ്പവും ഇല്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം പേരൻസ് ഉണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെയാക്കി എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പേരൻറ്റിങ് തന്നെയാണ്. ഒരുപക്ഷെ പേരൻറ്റിങ്ങിൽ എന്തെല്ലാം കറക്ഷൻസ് വരുത്തിയാൽ നമുക്ക് നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാം, നല്ല എനർജിയുള്ള കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികൾക്ക് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫീൽ ചെയ്യേണ്ടത് ഒരു സേഫ്റ്റിയാണ്. അവർ സെക്യൂർഡാണ്, അവർ സേഫാണ് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് അവരിൽ വരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പേരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുട്ടികൾ ഞങ്ങളോട് അധികം സംസാരിക്കത്തില്ല, അവനൊരു ആറ്റിറ്റ്യൂഡില്ല, പല കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത് അവന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരൻസ് ഇങ്ങനെ വിളിക്കാറുണ്ട്. കുട്ടികളുമായിട്ട് നമ്മൾ ഒരു നല്ല ബന്ധം ടീനേജിലൊക്കെ ഉണ്ടാവണമെങ്കിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികൾ പേരൻസുമായിട്ടുള്ള ബന്ധത്തിൽ ദേ ഷുഡ് ഫീൽ സേഫ്. അവർക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യണം, അവർ വാല്യൂഡ് ആണെന്നും റെസ്പെക്റ്റഡ് ആണെന്നും ഫീൽ ചെയ്യണം. പലപ്പോഴും അതുണ്ടാവുന്നില്ല. ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ അവർ കാണിക്കുന്ന പല കാര്യങ്ങളും അവരുടെ റിയാക്ഷനാണ്. ചെറിയ പ്രായത്തിൽ അവരോട് നമ്മൾ ചെയ്ത ആക്ഷൻസിൻ്റെ റിയാക്ഷൻസാണ്. പലപ്പോഴും ജോലിയൊക്കെയുള്ള പേരൻസ് അവർ വളരെ ബിസിയാണ്, അവർക്ക് കുട്ടികളോട് അധികം സമയം ചിലവഴിക്കാനൊന്നും ടൈമില്ലാതെ വരുമ്പോൾ കുട്ടികളും അവർ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ പേരൻസിൽ നിന്നൊരു സേഫ്റ്റിയും ഒരു റെസ്പെക്റ്റും ഒന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ കുറവുകൾ, അതിൻ്റെയൊക്കെ റിയാക്ഷൻസ്, റിഫ്ലക്ഷൻസ്, റെസിപ്രോക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ ടീനേജിലാണ്. അപ്പോൾ വളരെ സേഫായിട്ട് കുട്ടികളെ ഫീൽ ചെയ്യിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ടൈം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതല്ല, എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് ഞാൻ സേഫാണ്, അല്ലെങ്കിൽ അവർ എന്നെ മനസ്സിലാക്കും, അവരുടെ അടുത്ത് എൻ്റെ ട്രൂ സെൽഫ് എനിക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ അവർ വാല്യൂ ചെയ്യുന്നവരും റെസ്പെക്റ്റ് ചെയ്യുന്നവരുമാണ്, അല്ലെ അവർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ അവർക്ക് ഇഷ്ടമാണ്, അതിന് അവർക്ക് വലിയ വിലയുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഉയർന്നു നിൽക്കണം. നമ്മുടെ സംസ്കാരവും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ആ തരത്തിലേക്ക് ഉയരണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് പേരൻറ്റിങ്ങും വളരണം, അല്ലെ പേരൻറ്റിങ് കോൺസെപ്റ്റുകൾ, പേരൻറ്റിങ് രീതികളിലും ഒക്കെ മാറ്റങ്ങൾ വരണം. കുട്ടിക്കനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കുട്ടി എന്താണ് എന്ന് മനസ്സിലാകും തോറും നമ്മുടെ പേരൻറ്റിങ് അതിനോട് കൂടുതൽ അടുത്ത് വരണം, അതിനോട് ചേർന്ന് നിൽക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ആ സേഫ്റ്റി ഫീൽ ചെയ്യുള്ളൂ. സേഫ്റ്റി ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, സേഫായിട്ടുള്ള കുട്ടികൾ അവരേത് കാര്യം വരുമ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന നമ്മളുടെ അടുത്തായിരിക്കും. ഇന്ന് ടീനേജിൽ പല കുട്ടികളും പേരൻസിൻ്റെ അടുത്തല്ല ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്, അവർ പുറത്തുള്ളവരുടെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങൾക്കും സഹായത്തിനായിട്ട് പുറത്തുള്ളവരെ ആശ്രയിക്കുന്നു, ഫ്രണ്ട്സിനെ ആശ്രയിക്കുന്നു. അപ്പോഴാണ് അവർക്ക് തെറ്റാനുള്ള സാധ്യതകളും കൂടി അവിടെയുണ്ട്. കാരണം അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവർ ഒന്നും ഫ്രീ അല്ല ലോകത്ത്. ചില ഹെൽപ്പൊക്കെ തരുന്ന ആൾക്കാർ പലതരത്തിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ഒക്കെ സാധ്യതകളുണ്ടാകും. അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ നമ്മുടെ അടുത്താണ് കുട്ടി ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് ദ ചൈൽഡ് ഈസ് വെരി സേഫ് ഇൻ യുവർ ഹാൻഡ്സ്. അല്ലെങ്കിൽ കുട്ടിക്ക് നിങ്ങളിൽ ഒരു സേഫ്റ്റി ഉണ്ടെന്നുള്ള നല്ല ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പേരൻസ് അതിന് കറക്ഷൻസ് വരുത്തണം. പേരൻസ് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ കുട്ടി എൻ്റെ അടുത്ത് എന്താണ് എന്നോട് സഹായം ചോദിക്കാത്തത്? പല കുട്ടികളും അവരുടെ ആവശ്യങ്ങൾ പോലും പേരൻസിനോട് പറയാറില്ല. അതിനൊക്കെ അല്ലെങ്കിൽ വേറെ ആൾക്കാരിലൂടെയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വലിയ അപകടങ്ങളാണ്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സീക്ക് ചെയ്യുന്നുണ്ടോ? രണ്ടാമത്, അവരുടെ ചിന്തകൾ നമ്മളോട്, അത് നല്ല ചിന്തയോ ചീത്ത ചിന്തയോ പൊട്ടച്ചിന്തയോ മിടുക്കുള്ള ചിന്തയോ എന്തോ ആയിക്കോട്ടെ, അവരുടെ ചിന്തകളെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ടോ? പലപ്പോഴും അവരെ ആക്ഷേപിക്കുകയോ റെഡിക്കൂൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പേരൻസാണ്. പേരൻസൊക്കെ എന്തോ ഭയങ്കരമാണെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്ന ഭയങ്കര ഈഗോ സെൻട്രിക് ആയിട്ടുള്ള പേരൻസൊക്കെ ഉണ്ട്. അതായത് കുട്ടികളുടെ ചെറിയ കാര്യങ്ങളെയൊന്നും അവർ വാല്യൂ ചെയ്യത്തില്ല, കുട്ടികളുടെ ചിന്തകളെയൊന്നും അവർ വാലിഡേറ്റ് ചെയ്യത്തില്ല.
അതിനൊന്നും വില കൊടുക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾ പതുക്കെ 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 അത്തരം ചിന്തകളൊക്കെ നമ്മളുമായിട്ട് ഒരിക്കലും ആശയവിനിമയം ചെയ്യാൻ താല്പര്യം കാണിക്കത്തില്ല. അതേസമയം എന്താണ് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും എന്തും ആയിക്കോട്ടെ, അതൊക്കെ നമ്മളുമായിട്ട് പറയാനും പങ്കുവയ്ക്കാനും ഒക്കെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളുടെ ലൈഫ്, അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അവർക്കൊരു സേഫ്റ്റി കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളുമായിട്ട് സംസാരമില്ല, നമ്മളുമായിട്ട് കൊച്ചുവർത്താനങ്ങളില്ല, നമ്മളുമായിട്ട് ഇടപെടലുകളില്ല, അതിൽ കുട്ടിക്ക് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു പേരൻറ്റ് പറഞ്ഞ പോലെ ഞങ്ങളുമായിട്ട് യാത്ര ചെയ്യാൻ അവന് താല്പര്യമില്ല. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം ഇങ്ങനെയുള്ള പേരൻസ് ആണെങ്കിൽ ഒരിക്കലും അത്തരം ആൾക്കാരുടെ കൂടെ ദൂരെ യാത്രയ്ക്കൊന്നും അവർ തയ്യാറാവത്തില്ല. കാരണം ആ സമയത്തൊക്കെ അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് പേരൻസ് എന്ന് അവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. മൂന്നാമതായിട്ട് അത്തരം ആൾക്കാർ, അത്തരം കുട്ടികൾ വളരെ സേഫാണെന്ന് തോന്നുന്ന കുട്ടികൾ, ദേ ഓൾവേസ് ട്രൈ ന്യൂ തിങ്സ്. അവർ റിസ്ക് എടുക്കും, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യും. കാരണം അവിടെയൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അവിടെയൊക്കെ വീഴ്ചകൾ വരാം, പോരായ്മകൾ വരാം, ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ ട്രൈ ചെയ്യാനുള്ളൊരു ഫ്രീഡം എൻ്റെ പേരൻസ് എൻ്റെ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് അവർ ചെറിയ റിസ്കുകളൊക്കെ എടുക്കുകയും പല കാര്യങ്ങൾ ട്രൈ ചെയ്യുകയും അവർക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയും. കാരണം അവിടെ പരാജയം വന്നാലും ഒന്നും പ്രശ്നമില്ല, അവർ പലതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും. ചില പേരൻസൊക്കെ പ്രൈസ് കിട്ടുകയും ഒന്നാമതായാലും മാത്രമേ അവരെ അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ. എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാത്തിലും ടോപ്പായിരിക്കണം. ചില കുട്ടികളൊക്കെ ഞാൻ ഗിവ് അപ്പ് ചെയ്യും. അവർക്ക് ആദ്യം കുറേ കാലമൊക്കെ ശ്രമിക്കും, പിന്നെ പറ്റുന്നില്ലെന്നാണോ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെറിയുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചില കുട്ടികളിൽ ഒരു സന്തോഷവും ഇല്ല, ചില കുട്ടികളിൽ ഒരു ആഗ്രഹവും ഇല്ല, ചില കുട്ടികളിൽ ഒരു സ്വപ്നവും ഇല്ല. അങ്ങനെ ഡ്രൈഡായി വലിയൊരു വരൾച്ച ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദേ ഡോണ്ട് ഫീൽ സേഫ് അറൗണ്ട് ദെയർ പേരൻസ്. അവരൊരു വാല്യൂ തരുമെന്നോ അവരൊരു റെസ്പെക്റ്റ് തരുമെന്നോ ഒന്നും അവർ ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല. അവനൊന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ പേരൻസ് ചോദിക്കുമ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റി ആ ലെവലിലേക്ക് അവരെ കോൺഫിഡൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുകൂടെ തിരിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് പേരൻറ്റിങ് ഗൈഡൻസ് എടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. പല പേരൻസും ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യത്തു നിന്നൊക്കെ അവധിക്ക് പേരൻസ് വരുന്ന സമയമാണ്. അപ്പോൾ എന്നെ പലരും വിളിക്കാറുണ്ട്, സാറേ പിന്നെ മോനുമായിട്ടൊന്ന് വന്ന മോനെ ഒന്ന് സാറൊന്ന് മോനല്ല ഇവിടെ പേരൻ്റാണ്. പേരൻ്റ് വന്നാൽ പേരൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ പേരൻറ്റിൻ്റെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അതിലൂടെ ആ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് അവർക്ക് പേടിയില്ല. നല്ല സേഫായിട്ടുള്ള കുട്ടികൾക്ക് പേടിയില്ല, ആങ്സൈറ്റി ഇല്ല. അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവർക്കൊരു മിസ്റ്റേക്ക് വരുത്താനൊന്നും പേടിയില്ല. അവർക്ക് ഉള്ള കാര്യങ്ങൾ പറയാൻ പേടിയില്ല. എന്ത് കാര്യവും അതുപോലെ തന്നെ അവർ കള്ളം പറയില്ല. ഇപ്പോൾ ആങ്സൈറ്റി വരുന്ന കുട്ടികൾ ആരാണ്? സേഫായിട്ട് ഫീൽ ചെയ്യാത്ത കുട്ടികളാണ് പലപ്പോഴും, ഫിയറുള്ള കുട്ടികൾ. അതുപോലെ തന്നെ കള്ളം പറയുന്നു. എന്തിനാണ് ഈ കള്ളമൊക്കെ കുട്ടികൾ പറയേണ്ടി വരുന്നത്? അവർക്കറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് സ്വീകരിക്കത്തില്ല. അതിൻ്റെ മെറിറ്റിൽ സ്വീകരിക്കാത്ത പേരൻസാണ് നമ്മളെങ്കിൽ അവർ കള്ളങ്ങൾ പറയും. ആ കള്ളത്തിൻ്റെ മേൽ കള്ളങ്ങൾ ബിൽഡ് ചെയ്യും, കള്ളങ്ങൾ കാണിക്കും, പലതും ഒളിച്ചു വയ്ക്കും. അതാണ് പ്രശ്നം. ഇതെല്ലാം കുട്ടികൾ കുഴപ്പത്തിലേക്ക് പോകാനോ കുറേ കാലം അങ്ങനെ പോകുമ്പോഴത്തേക്ക് കുട്ടികൾ വേറെ പലയിടത്തും അഫിലിയേറ്റഡ് ആവുകയും വേറെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയും അവർ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ കാണുന്നത് അവരുടെ ഒരു മുഖവും പുറത്ത് അവർ വേറൊരാളുമായിരിക്കും. ചില കുട്ടികളെ പറ്റിയൊക്കെ പറയാറുണ്ട്, അവർ പുറത്ത് ഭയങ്കര ജെന്റിലാണ്, വളരെ മിടുക്കരാണ്, വീട്ടിൽ ഒരു വിലയില്ല. വീട്ടിൽ വിലയില്ലാത്ത കുട്ടികൾ നാളെ ആ വീടുമായിട്ടുള്ള കണക്ഷൻസ് എല്ലാം കുറഞ്ഞു വരും. ഇത്തരം കുട്ടികളാണ് വിദേശത്തേക്കൊക്കെ ഓടിപ്പോകുന്നത്. അതിന് കാരണം അവർക്ക് ഇവിടെ ഒരു കണക്ഷനും ഇല്ല, അവർക്ക് പുറത്താണ് കണക്ഷൻസ് ഒക്കെ, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ ഇടയിലാണ് കണക്ഷൻ. പിന്നെ എന്താണ് അവരെ ഈ വീടുമായിട്ട് ചേർത്തുന്ന എന്ത് ഫാക്ടറാണുള്ളത്? അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യാത്ത, റെസ്പെക്റ്റ് ഫീൽ ചെയ്യാത്ത, വാല്യൂ ഫീൽ ചെയ്യാത്ത വരുമ്പോൾ അത്തരം കുട്ടികൾ നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ അകലാൻ സാധ്യതയുണ്ട്. ഫൈനലി സേഫ് ചിൽഡ്രൻ ഷോ ദെയർ ട്രൂ സെൽഫ്. അവരുടെ ശരിക്കുമുള്ള ആളാരാണെന്ന് അവർ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഒരു അനുഭവമാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ വളരെ യുണീക്കാണ്, അവർ വളരെ ഡിഫറൻ്റായിട്ട് മാറേണ്ടവരാണ്. അവരിന്ന് വരെ ഒരു കുട്ടിയുടെയും ഒരു ക്വാളിറ്റി ഉള്ളവരല്ല, അവരൊരു ഫോട്ടോ കോപ്പിയുമല്ല. ദേ ആർ ബോൺ ഒറിജിനൽ. ഡോണ്ട് മേക്ക് ദം ഡൈ ആസ് എ ഫോട്ടോ കോപ്പി. അവർക്ക് ആ ഒറിജിനലായിട്ട് മാറണമെങ്കിൽ നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ സേഫ്
സേഫ്റ്റി അവർക്ക് കൊടുക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും വാല്യൂ ചെയ്യുകയും ഒക്കെ ചെയ്താൽ അവരവരുടെ ട്രൂ സെൽഫിലേക്ക് വരും. അല്ലെങ്കിൽ അവരവരെ കൂടുതൽ കൂടുതൽ ഡിസ്കവർ ചെയ്യുകയും അവരുടെ ട്രൂ സെൽഫ് കണ്ടെത്തുകയും ചെയ്യും. അതിനവർക്ക് പേടിയില്ല. കാരണം അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാരൻറ്റിങ് ആണ് എനിക്കുള്ളത്. ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ പേരൻസ്, ഇതാണ് ഒരു മോഡേൺ പേരൻ്റ് എന്ന് പറയുന്നത്. അല്ല പണ്ട് കാലത്തെ 10-30 കൊല്ലം പഴയ ഒരു പേരൻ്റായിട്ട്. കാരണം അന്നൊക്കെ കുട്ടികളെ കൊണ്ട് പലതും നേടേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ പോയി ജോലി കണ്ടുപിടിച്ച് വീട്ടുകാരെയും കൂടെ നന്നാക്കേണ്ടതായിട്ടുണ്ട്, രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഓരോ കുട്ടിയും അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് വരണമെങ്കിൽ അവർക്ക് നല്ലൊരു സേഫായിട്ടൊരു ഇടം ഫീൽ ചെയ്യണം. അവൻ്റെ വീട്, അവൻ്റെ പേരൻസൊക്കെ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നതും റെസ്പെക്റ്റ് ചെയ്യുന്നതും വാല്യൂ ചെയ്യുന്നതുമാണ്. ഐ എം സേഫ് ഇൻ മൈ പേരൻസ് ഹാൻഡ്സ് എന്ന് റിയഷർ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ കുട്ടികൾ കുറേ കൂടി മോട്ടിവേറ്റഡ് ആകും, കുറേ കൂടെ നല്ല സ്പിരിറ്റും എന്തൂസിയാസവും ഒക്കെ ഉള്ളവരാകും. കഴിഞ്ഞ ദിവസം ശിവക്കാരയുടെ ഒരു ടോക്കിയാങ് കേൾക്കായിരുന്നു. പല കുട്ടികൾക്കും ഒരു സ്പിരിറ്റും എന്തൂസിയാസവും ഒരു എനർജിയൊന്നുമില്ല. പുള്ളി പറയുന്നത് ദാറ്റ് ഈസ് ദ ഈസ്റ്റ്. അതാണ് അത്തരം കാര്യങ്ങൾ, ആ മനസ്സിൻ്റെ ഒരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ എബിലിറ്റിയെയും അവൻ്റെ കപ്പാസിറ്റിയെയും ഇൻ്റലിജൻസിനെയൊക്കെ ഒരു ഈസ്റ്റാക്കി, അല്ലെങ്കിൽ അതിനെ ആ അപ്പം പൊങ്ങുന്നത് ആ ഈസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ആ ഉള്ള എബിലിറ്റി, കുട്ടിയിലുള്ള എബിലിറ്റിയെ ഒരു ഈസ്റ്റ് ഉപയോഗിച്ച് അതിനെ കുറച്ചുകൂടെ മികച്ചതാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ ആ സ്പിരിറ്റും എന്തൂസിയാസും എനർജിയും മോട്ടിവേഷനും ഒക്കെ ഉള്ള കുട്ടികളായി നമ്മുടെ കുട്ടികളെ മാറ്റണമെങ്കിൽ അതിൽ പേരൻസിനൊരു വലിയ റോളുണ്ട്. ഇവിടെയാണ് പാരൻറ്റിങ് ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ്. പേരൻസിന് അത് സാധിക്കുന്നില്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് സം പ്രോപ്പർ ഗൈഡൻസ്. നിങ്ങളൊരു നല്ല കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ട്രെയിൻഡ് ആകുക. കാരണം ആധുനിക കാലത്തെ കുട്ടികളെ പഴയ രീതിയിൽ വിരട്ടിയും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച പോലെ, സാറേ ബോർഡിങ്ങിൽ കൊണ്ടുവിട്ടാൽ നമുക്കില്ലാത്തത്ര ചുമതലയല്ലേ ബോർഡിങ്ങിലുള്ളവർക്ക് നമ്മുടെ മക്കളെക്കുറിച്ച്. എവിടെ കൊണ്ടുവിട്ടിട്ടും കാര്യമില്ല. നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ആ കുട്ടിയിലെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നല്ല മനോഭാവമുള്ള കുഞ്ഞുങ്ങളെ ലോകത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതെന്തായാലും കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അത് പേരൻസിനൊരു വലിയ റോള് തന്നെയുണ്ട്. പിന്നെ വിദേശത്തൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിദേശ രാജ്യത്തൊക്കെ എല്ലാ പേരൻസും മക്കളെ അങ്ങനെയൊക്കെ നോക്കാൻ സമയമുണ്ട്. അവർക്ക് പരാതികളില്ല. നമ്മുടെ പേരൻസിൻ്റെ ഒരു കുഴപ്പം, നമ്മൾ ക്വാളിറ്റി ഉള്ളതൊന്നും അങ്ങോട്ട് കൊടുക്കുന്നുമില്ല. നമുക്കങ്ങ് 1,000 പരാതിയാണ്. ഇത് രണ്ടും കൂടെ പറ്റില്ല. ഒന്നുകിൽ കുട്ടികളായിത്തീരുന്നത്, നമ്മൾ കൊടുത്തതിനനുസരിച്ചാണ് കുട്ടികളായിത്തീരുന്നത്. ആസ് യു സോ യു റീപ്പ്. അപ്പോൾ അതിൽ പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഞാൻ ഇങ്ങനെയൊക്കെ കൊടുത്തുള്ളൂ, അവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതിന് പിന്നെ പരാതിയുടെ പ്രശ്നമില്ലല്ലോ. ഇതങ്ങനെയല്ല. നമുക്കൊന്നും ക്വാളിറ്റി ഉള്ളത് കൊടുക്കാനും വയ്യ, ഒരുപാട് പരാതികളുമാണെങ്കിൽ അത് കുട്ടികളെ കൂടുതൽ നമ്മളിൽ നിന്ന് അകറ്റത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടി ആയിരിക്കുന്ന അവസ്ഥയെ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുക. അതെങ്കിലും ചെയ്താൽ കുട്ടിയും നമ്മൾ തമ്മിലുള്ള ബന്ധം സ്മൂത്തായിരിക്കും. എല്ലാവർക്കും ഒരു ഹാപ്പി പാരൻറ്റിങ് ടൈം നേരുന്നു. ഹാപ്പി ലിവിങ്. നല്ലതെന്ന് തോന്നുകയും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് ഈ വീഡിയോയിലൊക്കെ പലരും താങ്ക്സ് ഒക്കെ എഴുതുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് തരുന്ന ഒരു താങ്ക്സ് എന്ന് പറയുന്നത് 10 പേർക്ക് കൂടി ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇത്തരം വീഡിയോസ് ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ഒരു ജനക്കൂട്ടം ഇതിന് ചുറ്റുമുള്ളതിൽ വലിയ സന്തോഷം. താങ്ക് യു വൺ ആൻഡ് ഓൾ.